ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഈ വീഡിയോ പെട്ടെന്നായിട്ട് വന്നതേ, നമ്മളെല്ലാവരും കണി വെക്കും അല്ലേ. കണി വെക്കുമ്പോൾ നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹമായിട്ട് മേടിച്ച് അവിടെ കണി വെക്കരുത്. കാരണം അതൊരു തെറ്റാണ്, അത് ദോഷമാണ്. കാരണം രാധയില്ലാതെ കൃഷ്ണൻ അപൂർണമാണ്. നമ്മൾക്ക് പല പല അറിവുകളും കിട്ടിയിട്ടുണ്ട്. രാധയില്ലാത്ത കൃഷ്ണന്റെ മുമ്പിൽ കണി വെച്ചാൽ അത് പൂർണ്ണമാകത്തില്ല. അപ്പോൾ രാധയും കൃഷ്ണനും ഇരിക്കുന്ന ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വേണം നമ്മൾ കണി വെക്കാൻ, അതാതുള്ള രീതി വെക്കണം. അപ്പോൾ രാധയില്ലാത്ത കൃഷ്ണൻ നമ്മൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മൾ കൃഷ്ണനും രാധയും, രാധാകൃഷ്ണൻ, അതായത് കൃഷ്ണൻ്റെ പേരിൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് രാധാകൃഷ്ണൻ, കൃഷ്ണൻ രാധേ രാധേ അല്ലേ. അപ്പോൾ ആ രാധയില്ലാതെ കൃഷ്ണൻ്റെ ഒത്തിരി ഒറ്റയ്ക്കുള്ള വിഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഭക്തജനങ്ങൾ ഈ തവണ ഒറ്റയ്ക്കുള്ള വിഗ്രഹങ്ങൾ മേടിച്ച് കണി വെക്കരുത്. രാധയും കൃഷ്ണനും ഉള്ള ഒരു വിഗ്രഹത്തിൽ വേണം നമ്മൾ കണി വെക്കാം. എങ്കിൽ മാത്രമാണ് നമ്മൾ കണി വെക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമാകത്തുള്ളൂ, രാധയുടെയും കൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വിളക്ക് വെക്കുന്ന കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ, ഒറ്റയ്ക്കുള്ള ഒരു കൃഷ്ണ വിഗ്രഹം ആണെങ്കിൽ തന്നെ ഒരു രാധേനെ സെപ്പറേറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. അല്ലാതെ ഭക്തജനങ്ങൾ കണി വെക്കരുത്. കൃഷ്ണൻ വിഗ്രഹത്തിൽ മാത്രം കണി വെക്കരുത്. രാധയും കൃഷ്ണൻ്റെ മുമ്പിൽ വേണം നമ്മൾ കണി വെക്കാൻ വേണ്ടി. അങ്ങനെ വെക്കുന്ന ഭക്തജനങ്ങൾ അന്നത്തെ ഒരു കണി പൂർണ്ണമാകത്തില്ല, ദോഷങ്ങൾ വരികയും ചെയ്യും. നമ്മൾ പഠിച്ചിട്ടുള്ളത് രാധയും കൃഷ്ണനും അല്ലേ. രാധയും കൃഷ്ണനെയും ആയിട്ടാണ്. രാധയെ മാറ്റിക്കൊണ്ട് കൃഷ്ണ വിഗ്രഹം മാത്രമായിട്ട് വിളക്കും കത്തിക്കരുത്. ഈ ഒരു കാര്യങ്ങൾ ഭക്തജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അറിവുള്ള ആചാര്യന്മാർ പറഞ്ഞു കേട്ട ഒരു അറിവും കൂടെയാണ്. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ച്, ഞാൻ ഇതേപോലെ തന്നെ ഒരു ക്ഷേത്രത്തിൽ പോയി. ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് ആ ക്ഷേത്രത്തിലെ ആചാര്യൻ പറഞ്ഞൊരു അറിവാണ് ഞാനിപ്പോൾ ഭക്തജനങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് ആചാര്യൻ ഒറ്റൊരു ചോദ്യം ഇടുന്നത്, എന്തുകൊണ്ട് കൃഷ്ണൻ്റെ പേരിന് മുമ്പിൽ രാധയുടെ പേര് വന്ന്? അതായത് രാധയില്ലാതെ കൃഷ്ണൻ അപൂർണനാണ്, അതായത് രാധയെ കൃഷ്ണ അല്ലേ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു പോകും. ഇപ്പം ഞാൻ പറയുമ്പോൾ ഭക്തജനങ്ങൾ ഒന്ന് ചിന്തിക്കണം. കൃഷ്ണൻ്റെ മാത്രമായിട്ട് വെച്ചാൽ നമുക്കൊരു ഐശ്വര്യം ഉണ്ടാകും. അതേസമയം രാധയുടെ കൂടി ചേർന്ന് ഒരു വിഗ്രഹം വെക്കുവാണെങ്കിൽ അവിടെ എന്താണ്, രാധയെ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടും. നമ്മൾ മിക്ക ക്ഷേത്രത്തിൽ പോയാലും കൃഷ്ണൻ ഈ പറയുന്ന പോലെ ഓടക്കൊള്ളി പിടിച്ച് നിൽക്കാറുണ്ട്. ചില അന്ധവിശ്വാസം കൊണ്ട് ഓടക്കൊള്ളി എടുത്ത് മാറ്റുന്ന ഭക്തജനങ്ങളുണ്ട്. ഓടക്കൊള്ളിയോട് കൃഷ്ണൻ ഊതുമ്പോഴത്തേക്ക് പണമെല്ലാം ഓടിപ്പോകുന്നു. അതൊക്കെ തെറ്റായ ധാരണയാണ്. മുരളിയില്ലാതെ, അതായത് ഓടക്കൊള്ളില്ലാതെ കൃഷ്ണനില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ സീരിയലായിക്കോട്ടെ, ഏതെങ്കിലും ഒരു അവസരത്തിൽ കൃഷ്ണൻ ഓടക്കുള്ളിൽ താഴെ വെച്ച് പോകുന്ന സീനുകളൊന്നും നമുക്കില്ല. നമ്മൾ കേട്ടറിവില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഭഗവാൻ അത് എളിത്തിരിക്കും അല്ലെ. അങ്ങനെയുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളും. അപ്പം നിലവിലെ രാധ ഇല്ലാത്ത കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ ഒരു രാധയുടെ ഒരു വിഗ്രഹം നമ്മൾ ചെറിയ രീതിയിൽ കിട്ടും. ഒരു രുക്മിണിയായാലും നമ്മൾ രാധാസങ്കല്പത്തിൽ വെച്ചാൽ മതി ഒരു ദേവിയുടെ ഒരു വിഗ്രഹം. ഇല്ലെങ്കിൽ രാധയും കൃഷ്ണനും ചേർന്നിരിക്കുന്ന ഇത് വെക്കണം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ രാധയും കൃഷ്ണനും ചേർന്നിരിക്കുന്ന വിഗ്രഹത്തിന് മുമ്പിലാണ് കണി വെക്കുന്നത്. നേരത്തെ എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2-3 മാസമായി എനിക്ക് ഒരു അറിവ് കിട്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തോന്ന് ഈ അറിവില്ലാത്ത ഭക്തജനങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾ നിലവിൽ കണി വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണ വിഗ്രഹമായിട്ട് മാത്രം കിട്ടുമെങ്കിൽ ആ ഒരു വിഗ്രഹം മേടിക്കും. ഒപ്പം തന്നെ രാധയുടെ വിഗ്രഹം മേടിക്കും. രണ്ടും കൂടെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഉത്തമം. അപ്പോൾ അങ്ങനെ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ വേണം നമ്മൾ കണി വെക്കാൻ വേണ്ടി. അപ്പോൾ അല്ലാതെ കൃഷ്ണൻ്റെ മുമ്പിൽ മാത്രമായിട്ട് നമ്മൾ കണി വെക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യും. പിന്നെ നിങ്ങൾ ഭക്തജനങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക അറിയുന്നത്. കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിച്ചുകൊണ്ട് എത്രത്തോളം ശരിയുണ്ട്. കാരണം രാധയില്ലാതെ കൃഷ്ണനില്ല, കൃഷ്ണനില്ലാതെ രാധയില്ല, രണ്ടും ചേർന്നാണ് രാധാകൃഷ്ണൻ. കാരണം അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ പേരിനിപ്പുറം രാധയുടെ പേര് വന്നത്. അപ്പോൾ കണി കാണുന്നത് രാധയും കൃഷ്ണനുമാണ്, കൃഷ്ണൻ മാത്രമല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നമസ്കാരം.